രാഷ്ട്രീയക്കാർക്ക് എസ്കോർട്ട് പോകുന്ന പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ തെയ്യത്തിന് എസ്കോർട്ട് പോകുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ക്യാമറാമാൻ യദു പകർത്തിയ ദൃശ്യങ്ങളാണ്. തലശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് തെയ്യത്തിന് വലയമൊരുക്കിയത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇത് നടന്നത് തലശ്ശേരി മണോളിക്കാവിലാണ്. ഉത്സവത്തിന് സ്ഥിരമായി സംഘർഷമുണ്ടാകുന്ന ക്ഷേത്രമാണ് ഇത്. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ സ്വാധീനമുണ്ട്. ചുമപ്പൻ എന്ന തെയ്യം ഇറങ്ങുമ്പോഴാണ് രണ്ട് വിഭാഗവും പതിവായ സംഘർഷത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഇക്കുറി പോലീസ് തെയ്യത്തിന് വരെ സുരക്ഷ ഒരുക്കി മുന്നോട്ട് വന്നത്. കനത്ത പോലീസ് സുരക്ഷയിൽ തെയ്യം കടന്നുപോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ക്ഷേത്രോത്സവം നടന്നത്. കഴിഞ്ഞ വർഷം ഉത്സവത്തിന് സംഘർഷമുണ്ടായപ്പോൾ പോലീസ് സംഘത്തെ വരെ ഇവിടെ പൂട്ടിയിട്ടിരുന്ന സംഭവമാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് മുൻപ് സംഘർഷത്തിനിടെ ബോംബേർ നടന്നു. തെയ്യം പോലും ഓടി രക്ഷപ്പെട്ട കഥയാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്. അതേസമയം വടക്കേ മലബാറിൽ ദിവസവും ഉത്സവങ്ങൾ നടക്കുകയാണ്. അതിനിടെ സംഘർഷങ്ങളും കടുക്കുന്നു. പോലീസ് കരുതലോടെ നിൽക്കുന്നതിനാൽ ഒരു പരിധിവരെ സംഘർഷങ്ങൾ ഒഴിവാകുന്നു. DGP രവാദ ചന്ദ്രശേഖരന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയാണ് ക്രമസമാധാനം നിയന്ത്രിക്കുന്നത്. പലപ്പോഴും സംഘർഷമുണ്ടാകുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ചുമപ്പൻ തെയ്യം ഇറങ്ങുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. തെയ്യം എന്ന് പറയുന്നത് മലബാറിൻ്റെ ഒരു കലാരൂപം തന്നെയാണ്. വടക്കേ മലബാറിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ തെയ്യം ഒഴിവാക്കാൻ സാധിക്കുകയില്ല. വടക്കൻ മലബാറിലെ തെയ്യം കെട്ടിയാട്ടങ്ങളിൽ കാണപ്പെടുന്ന രൗദ്രഭാവമുള്ളൊരു തെയ്യമാണ് ചുമപ്പൻ. പ്രധാനമായും കണ്ണൂർ ജില്ലയിലെ വിവിധ കാവുകളിൽ ഈ തെയ്യം കെട്ടിയാടാറുണ്ട്. കലാബോധവും ശാസ്ത്രചിന്തയും ഈശ്വരഭക്തിയും സമ്മേളിച്ച അനുഷ്ഠാന കലയാണ് തെയ്യം. ദൈവം എന്ന പദത്തിന്റെ ലോപമാണ് തെയ്യം. 400-ൽ പരം തെയ്യങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 100ഓളം മാത്രമേ കെട്ടിയാടാറുള്ളൂ. സമുദായത്തിന്റെ രക്ഷ, അഭിവൃദ്ധി, ഐശ്വര്യം എന്നിവയ്ക്കാണ് തെയ്യം കെട്ടിയാടിക്കുന്നത്. ഇതുവഴി രോഗശമനവും ശത്രുനാശവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തെയ്യത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായാണ് എണ്ണുന്നത്. തെയ്യത്തിന് കളിയാട്ടമെന്നും പേരുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.